പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിലായിരിക്കാം. ഏകാഗ്രതയോടെ, ഭയഭക്തിയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് കിടക്കാം. എഫേസ്യ ലേഖനമാണ് നാം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ 5 വിധ ശുശ്രൂഷകളെ ദൈവം സഭയ്ക്ക് കൊടുക്കുന്നതായി നമുക്ക് കാണാം. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരും നിയമിച്ചിരിക്കുന്നു. അപ്പോയിന്റഡ് എന്ന വാക്കാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അവസാനമായി നാം ധ്യാനിക്കുന്നത് ഉപദേഷ്ടാക്കന്മാർ എന്ന വിഷയമാണ്. ടീച്ചേഴ്സ്. എല്ലാ ഓഫീസസിനും എല്ലാ നിയമനങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്വവും ഉണ്ട്. ദൈവത്തിൻ്റെ ഒരു പർപ്പസ് എല്ലാ ഓഫീസിലും ഉണ്ട്. അതേപോലെ തന്നെ ഈ ടീച്ചേഴ്സിനെ കൊണ്ട്, ഉപദേഷ്ടാക്കന്മാരെ കൊണ്ട് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആരാണ് ഉപദേഷ്ടാക്കന്മാർ? ദൈവവചനം തെളിമയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവമക്കളെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പ്രത്യേകം ദൈവത്തിൽ നിന്ന് കൃപ ലഭിച്ച ഒരു കൂട്ടരാണ് ടീച്ചേഴ്സ്. ഓൾമോസ്റ്റ് എവ്രി പാസ്റ്റേഴ്സ് ആർ ടീച്ചേഴ്സ്. ദൈവദാസന്മാർക്ക്, ഒരു സഭയെ പുലർത്തുന്ന പാസ്റ്റേഴ്സിന് ദൈവം ഈ ഒരു കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എഫേസ്യ ലേഖനത്തിൽ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ ഓഫീസ് തമ്മിൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് സോ ട്രൂ. ഓഫീസുകൾക്ക് തമ്മിൽ ബന്ധമുണ്ട്. നല്ല ഒരു അധ്യാപകനായിരിക്കും ഒരു നല്ല പാസ്റ്റർ, ഒരു നല്ല അധ്യാപകനായിരിക്കും. 2 തീമോഥെയോസ് 1:12 തീമോഥെയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. 2 തീമോഥെയോസ് 1:12 2 തീമോഥെയോസ് 1:12 അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. 11 തൊട്ട് ഞാൻ വായിക്കാം. ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തോലനും ഉപദേഷ്ടാവുമായിരിക്കുന്നു. അപ്പൊ പൗലോസ് പറയാണ്, ഞാൻ അപ്പോസ്തോലനാണ്, ഞാൻ പ്രസംഗിക്കുന്ന ആളാണ്, അറ്റ് ദ സെയിം ടൈം ഞാനൊരു ടീച്ചറും കൂടെയാണ്. ഞാൻ നോക്കുമ്പോൾ അപ്പോസ്തോലനായ പൗലോസിന് 5 ഫോൾഡ് മിനിസ്ട്രിയിലെ 5 ഉള്ള ആളായിരുന്നു. അങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ദൈവാസന്മാരുണ്ട്. അപ്പോസ്തോലനായിട്ട്, പ്രവാചകനായിട്ട്, ഇവാഞ്ചലിസ്റ്റ് ആയിട്ട്, ടീച്ചറായിട്ട്, പാസ്റ്ററായിട്ട് എല്ലാ കൃപകളും പകർന്നിട്ടുള്ള ദൈവദാസന്മാരുണ്ട്. എന്നാൽ ടീച്ചേഴ്സായിട്ട് ദൈവം അപ്പോയിന്റ് ചെയ്തേക്കുന്നവരുണ്ട് സഭയ്ക്കകത്ത്. അവർ വിശ്വസ്തരും പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുന്നവരും പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ അവരെ പരമേൽപ്പിച്ച സത്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരും സ്നേഹത്തിന്റെ ഭാഷയിൽ അവരുടെ ഹൃദയത്തോട് സംവേദിച്ച് അവരെ ക്രിസ്തു സത്യങ്ങളിലും വചനത്തിന്റെ അടിസ്ഥാനങ്ങളിലും വേരൂന്നി വളരുവാൻ, ദൈവവചനങ്ങളെ സംരക്ഷിക്കുവാൻ, ദൈവവേലയിലേക്ക് ദൈവമക്കളെ ഉത്സാഹിപ്പിക്കുവാൻ, ദൈവദാസന്മാരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുവാൻ, ദൈവവചന സത്യങ്ങളുടെ ആഴങ്ങൾ ഗ്രഹിക്കുവാൻ സഹായിക്കുവാൻ, ആമേൻ, ഈ ഒരു ഓഫീസ് ദൈവം ഉപയോഗിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ച തനതായ സുവിശേഷവും അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ദൈവവചനവും ദൈവിക വചന സത്യങ്ങളെയും കോട്ടിക്കളയാതെ, അതിൽ മായം ചേർക്കാതെ, അതിൽ വെള്ളം ചേർക്കാതെ, അതിനോട് കൂട്ടാതെ, അതിനോട് കുറയ്ക്കാതെ
ദൈവവചനത്തോടും ദൈവസഭയോടും ദൈവത്തോടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോടും വിധേയത്വം കാണിക്കുന്ന ഒരു കൂട്ടമാണ് ഈ അധ്യാപകർ, ടീച്ചേഴ്സ്, ഉപദേഷ്ടാക്കന്മാർ. ഇവരെ പറ്റിയുള്ള അടിസ്ഥാന പർപ്പസ് ഇതാണ്: ടു പ്രീച്ച്, ടു ടീച്ച്, ടു പ്രൊമോട്ട് ആൻഡ് പ്രസന്റ് ദ ട്രൂത്ത് ആൻഡ് പ്രൊഡ്യൂസ് ഹോളിനെസ്. ഈ പഠിപ്പീര് അവരുടെ ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിലുള്ള വിശുദ്ധി വർദ്ധിക്കണം. നമ്മൾ നമ്മളെ തന്നെ കണ്ടുണരണം. ഒരു കണ്ണാടിക്ക് മുമ്പിൽ നിൽക്കുന്നത് പോലെയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നാം പോയി നിൽക്കുന്നത്. ദൈവവചനം അങ്ങനെ തന്നെ പറയുന്നുണ്ട്, നമുക്കറിയാതെ. അപ്പോൾ ഒരു അധ്യാപകൻ, ഒരു ഉപദേഷ്ടാവ്, ഉപദേശിക്കുന്ന ആള്, പഠിപ്പിക്കുന്ന ആള്, ടീച്ചർ, when he teach the word of God, ദൈവജനത്തിന്റെ അകത്തളത്തിൽ ഒരു ക്രിയ നടക്കണം. അതാണ് കർത്താവായ യേശുക്രിസ്തു ഒരു നല്ല ടീച്ചറായിരുന്നു. He was a good teacher. He was a great teacher par excellence. ഇതുപോലൊരു അധ്യാപകനെ വേദപുസ്തകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം ഉപയോഗിച്ച ഉപമകൾ, കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങൾ, പ്രത്യേകിച്ച് പർവ്വത പ്രസംഗങ്ങൾ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രസംഗങ്ങളെ പറ്റി ഞാൻ എഫീസ് ലേഖനം പഠിപ്പിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വിസ്തരം പറയുന്നില്ല. പർവ്വത പ്രസംഗങ്ങൾ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അതിലെ ഓരോ വാക്യങ്ങൾ എത്രയോ ആഴമായതാണ്, എത്രയോ സ്പർശിക്കുന്നതാണ്. ലോകത്തിലെ മഹാരഥന്മാരായ വിപ്ലവ നേതാക്കളെ എല്ലാം സ്വാധീനിച്ച കർത്താവിന്റെ വാക്കുകൾ. പാർലമെന്റിലൊക്കെ മുഴങ്ങിക്കേൾക്കുന്ന ഒരു വാക്കാണ്: ഒരു കർണം തടിക്കുന്നവനെ മറ്റേ കർണവും കാണിച്ചു കൊടുക്കട്ടെ. അങ്ങനെ എത്രയോ എത്രയോ കോട്ടുകൾ അത് യേശു കർത്താവിന്റെ ആന്ന് അറിയാതെ നമ്മുടെ നേതാക്കന്മാർ വിളിച്ചു പറയുന്നു. കർത്താവ് യേശു ക്രിസ്തു നല്ല അധ്യാപകനായിരുന്നു. ഉയർത്തെഴുന്നേറ്റ ശേഷവും അതിനൊട്ടും കുറവ് വന്നില്ല. ശിഷ്യന്മാർ എമ്മൗസിലേക്ക് പോകുമ്പോൾ പഴയ നിയമത്തിൽ തന്നെ പറ്റിയുള്ള ദൂതുകൾ, തന്നെ പറ്റിയുള്ള കോട്ടുകൾ അവൻ കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുമ്പോൾ, അതിനെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനത്തെ തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാർ തമ്മിൽ പറഞ്ഞു, അവൻ വചനത്തെ തെളിയിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ അകം കത്തിക്കൊണ്ടിരുന്നു. അപ്പോൾ അധ്യാപകന് ദൈവം കൊടുത്തിരിക്കുന്ന ഗിഫ്റ്റ് ആണ്. അധ്യാപകർ വചനം ശുശ്രൂഷിക്കുമ്പോൾ, വചനം പഠിപ്പിക്കുമ്പോൾ ഹൃദയത്തിന്റെ അകത്തളത്തിൽ ഒരു കത്തലുണ്ടാകണം. ദൈവവചനത്തിന്റെ ശക്തി അവരിലൂടെ വെളിപ്പെടണം. ഹല്ലേലൂയ. ധാർമ്മിക വിശുദ്ധിയിലേക്ക്, ആത്മീയ സമ്പൂർണതയിലേക്ക്, തിന്മയിൽ നിന്ന് ജനത്തെ മാറ്റി ക്രിസ്തുവിങ്കലേക്ക് വലിച്ചടിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് അധ്യാപകന്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരുടെ ശുശ്രൂഷ. അവർക്ക് ദൈവത്തോടുള്ള പൂർണ്ണ സമർപ്പണം വേണം. ജനത്തെ ക്രിസ്തുവിങ്കലേക്ക് നടത്തുക എന്നുള്ള ബോധ്യം അവരുടെ ഹൃദയത്തിന്റെ ഉൾത്തടത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വചനത്തിൽ വിവരിച്ചിരിക്കുന്നതും കാണിച്ചിരിക്കുന്നതുമായ ദൈവിക ശൈലിയോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത ഭക്തിയിലേക്ക് ആളുകളെ നയിക്കണം. അൺകോംപ്രമൈസിങ് ആയിരിക്കണം. ഒരിടത്തും വിട്ടുവീഴ്ച കൊടുക്കാൻ പാടില്ല. ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് യാതൊരു സ്ഥാനവുമില്ല. ദൈവവചനം പറയുന്ന ഒരു ക്രിസ്തീയ പ്രബോധകന്റെ ലക്ഷണം 1 തീമോഥെയോസ് 1:5 നമുക്ക് കാണാൻ പറ്റും. 1 തീമോഥെയോസ് 1:5 പറയുകയാണ്, ജ്ഞാനിയുടെ ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധ ഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ സ്നേഹം എന്നിവയ ഉളവാകുന്ന സ്നേഹം തന്നെയാണ്. അപ്പോൾ ഒരു ഉപദേഷ്ടാവ് പഠിപ്പിക്കുമ്പോൾ, ദൈവവചനത്തെ ഒരാളിന്റെ ഹൃദയത്തിൽ പാകുമ്പോൾ സ്നേഹത്തോടെ ആയിരിക്കണം. ശുദ്ധ ഹൃദയം ഉണ്ടാകണം, നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം, നിർവ്യാജ വിശ്വാസം ഉണ്ടായിരിക്കണം. These are the qualities of a teacher. ശുദ്ധ ഹൃദയം. Always keep a conscious heart with the Lord. ശുദ്ധ ഹൃദയം ഉണ്ടായിരിക്കണം, നല്ല മനസാക്ഷി ഉണ്ടായിരിക്കണം.
ഇപ്പൊ ശുദ്ധ ഹൃദയം ഇല്ലെങ്കിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ, വെൻ വി സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, നമ്മൾ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് വചനം പ്രാപിക്കാനായിട്ടിരിക്കുമ്പോൾ ശുദ്ധ മനസാക്ഷി നമുക്കില്ല. നമുക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ നമ്മുടെ മെസ്സേജുകൾ മൊത്തം അങ്ങോട്ടുള്ള അമ്പുകളായി തീരാൻ സാധ്യതയുണ്ട്. അമ്പെയ്യുന്ന പോലെ. ദൈവത്തിന്റെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവത്തിന്റെ വചനം മുറിക്കും. രണ്ട് ദിശയുള്ള, രണ്ട് സൈഡുള്ള കാന്തം പോലെയാണ് ദൈവത്തിന്റെ വചനം. ഞാൻ അതിലേക്ക് വരും കേട്ടോ. ഒന്ന്, ദൈവത്തിന്റെ വചനം മുറിക്കും. രണ്ട്, ദൈവത്തിന്റെ വചനം മുറിവ് കെട്ടും. ഞാൻ ഫെയ്ത്ത് സിറ്റിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും സഭയിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ, നിങ്ങളെ ആരെങ്കിലും, ഇപ്പോ ഇതിനകത്തുള്ള ജോജിച്ചാനോട് എനിക്ക് ശുദ്ധ മനസാക്ഷി ഇല്ല. അപ്പോ ജോജിച്ചാന്റെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അത് വെച്ചിട്ട് ഞാൻ കുറേ വാക്യങ്ങൾ തപ്പിപ്പിടിക്കുന്നു, അതിനനുസരിച്ച് ഞാൻ പ്രസംഗിക്കുന്നു. നിശ്ചയമായിട്ടും ജോജിച്ചാന് കുത്തുകൊള്ളും, ജോജിച്ചാന്റെ ഹൃദയം മുറിയും. പക്ഷേ ഞാൻ മാനുഷികമായിട്ടാണ് ജോജിച്ചാനെ മുറിച്ചതെങ്കിൽ ആ മുറിവ് കരിക്കാൻ എനിക്ക് പറ്റത്തില്ല. മുറിക്കാൻ പറ്റും. ദൈവമക്കളെ, ഈസി ആയിട്ട് നിങ്ങളുടെ ദൈവദാസനെ നിങ്ങൾക്ക് മുറിക്കാൻ പറ്റും. ഈസി ആയിട്ട് ദൈവദാസനായ എനിക്ക് നിങ്ങളെ മുറിക്കാൻ പറ്റും. വാക്ക് കൊണ്ട് മുറിക്കാൻ പറ്റും, നോട്ടം കൊണ്ട് മുറിക്കാൻ പറ്റും, നമ്മുടെ ഭാവങ്ങൾ കൊണ്ട് മുറിക്കാൻ പറ്റും. ദൈവമക്കളെ, നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ മറ്റുള്ളവർക്കൊരു മുറിവായിരിക്കില്ല, ഞാൻ മറ്റുള്ളവരെ മുറിക്കുന്നവനായി തീരത്തില്ല. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. നമ്മൾ തന്നെ മുറിച്ചാൽ ആ മുറിവ് കെട്ടാൻ പറ്റത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് മുറിക്കും. പരിശുദ്ധാത്മാവ് മുറിക്കും കേട്ടോ, മുറിക്കും, നന്നായിട്ട് മുറിക്കും. വചനം കേൾക്കുമ്പോ കുത്തുകൊള്ളും. അത് വചനത്തിന്റെ ശക്തിയാ. അത് ഞാൻ അറിയാതെ തന്നെ സംഭവിക്കും. നമ്മൾ അറിയാതെ തന്നെ, നമ്മൾ ഇതൊന്നും അറിയാതെയാണ് മെസ്സേജ് പ്രിപ്പയർ ചെയ്ത്. ശുദ്ധ മനസാക്ഷിക്കാം അങ്ങനെ ചെയ്യാവുള്ളൂ, അങ്ങനെ മെസ്സേജ് ഉണ്ടാക്കാവുള്ളൂ. ഡു നോട്ട് ടാർഗറ്റ് എനിവൺ ഇൻ യുവർ മെസ്സേജ്. ഞാൻ ദൈവത്തിൽ ഇരിക്കുമ്പോൾ ദൈവം എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്നോട്, ഓൾവേസ്. ചിലപ്പം ചിലർക്ക് തോന്നും ദൈവാസന ഇത് അറിഞ്ഞോണ്ട്, അങ്ങനെ എന്നോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ അത് അറിഞ്ഞോണ്ടായിരിക്കും പ്രസംഗിച്ചത്. ഞാനൊരു സഭയെ ശുശ്രൂഷിക്കുമ്പോൾ അവിടെയുള്ള ചില വിശ്വാസികൾ ചേർന്ന് ലക്ഷക്കണക്കിന് രൂപ അവർ പലിശയ്ക്ക് കൊടുത്തു. പണം പലിശയ്ക്ക് കൊടുത്തു. പലിശയ്ക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നിലവിലില്ലാത്ത പലിശയ്ക്കാണ് കൊടുത്തത്. നിലവിലില്ല. ഞാനിതൊന്നും അറിയുന്നില്ല. ഞാൻ നിന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാത്ത ആ വാക്യം എടുത്ത് പ്രസംഗിക്കുക. ചിലരെയൊക്കെ മുഖം വാടുന്നത് എനിക്കറിയാം. സത്യമായിട്ട് ഞാൻ ദൈവവചനത്തിന്റെ മുമ്പിൽ പറയട്ടെ, എനിക്കറിയത്തില്ല. ഇങ്ങനെ സഭയിൽ ഇവർ കൂട്ടം കൂടി പലരായിട്ട് പല സമയത്തായിട്ട് ഒരു മനുഷ്യന്റെ കയ്യിൽ ഏകദേശം ലക്ഷക്കണക്കിന് ഇന്ത്യൻ റുപ്പീസ് കൊടുത്തിട്ടുണ്ട്. എനിക്കറിയില്ല. പിന്നീട് അതിന് ലീഡർഷിപ്പ് കൊടുത്ത സഹോദരൻ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഇത് അറിഞ്ഞുകൊണ്ട് പ്രസംഗിച്ചതാണ്. എനിക്ക് സത്യം പറഞ്ഞ അന്തരാത്മാവിൽ ചിരി വന്നു. കാരണം എനിക്ക് അറിയാമെന്നെങ്കിൽ ഞാനത് പ്രസംഗിക്കത്തില്ല. ചിലര് മാനസാന്തരപ്പെട്ടു, ചിലർ ആ വചനത്തോട് നെഗളിച്ചവർക്ക് അതിന്റെ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അവര് ദൈവത്തോട് കണക്ക് പറയട്ടെ. അപ്പൊ നമ്മൾ നിർമ്മല മനസാക്ഷിയിലാണ് ശുശ്രൂഷിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അത് ചെയ്തോളൂ. ദൈവത്തിന്റെ ആത്മാവാണ് മുറിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് വലിയ പദ്ധതി കാണും ആ വ്യക്തിയെ പറ്റി. ദൈവത്തിന്റെ ആത്മാവിന് വിധേയപ്പെട്ടാൽ ആ വ്യക്തിയെ ദൈവം മുറിവ് കെട്ടും. ദൈവം തന്നെ ചെയ്യും അത്. ആ പ്രസംഗിച്ച പാസ്റ്റർ പോലും അറിയണ്ട. ഗോഡ് വിൽ ഡു ഇറ്റ്. ദൈവം അത് ചെയ്യും. ഒരു കാര്യം എൻ്റെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ ഞാൻ വിളിച്ചു പറയാം. അങ്ങനെ ഒരു മുറിവ് കെട്ടലും ഉണ്ടായാൽ അതിനപ്പുറത്ത് ആ വ്യക്തിക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ ഉണ്ട്. ഭയങ്കര നന്മയുണ്ട്, ഭയങ്കര നന്മ. ആ കേട്ട ദൈവവചനത്തിന്റെ മുമ്പിൽ ഇടറാതെ, അതിന്റെ മുമ്പിൽ ഒതയ്ക്കാതെ, അങ്ങനല്ലേ, മുള്ളിനോട് ഒതയ്ക്കാതെ, ദൈവവചനത്തോട് മറുതലിക്കാതെ, ഇത് ദൈവദാസൻ കരുതിക്കൂട്ടി പ്രസംഗിച്ചതാന്ന് പറയാതെ, അങ്ങനെ പ്രസംഗിക്കുന്നവരുണ്ടായിരിക്കും കേട്ടോ. ഞാൻ അങ്ങനെയുള്ളവരെ തള്ളി പറയുന്നില്ല. അങ്ങനെ ഉണ്ടാവാം, മാനുഷികമായിട്ട് അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് നിർവ്യാജ സ്നേഹത്തോടെ ശുദ്ധ ഹൃദയത്തോടെ വേണം നാം ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കാൻ, വചനം പഠിപ്പിക്കാനായിട്ട് നിൽക്കാൻ. സോ ഇറ്റ് വിൽ നോട്ട് ബി വൺ സൈഡഡ്. ആരെയും മുറിക്കാൻ, ഞാൻ പറയട്ടെ, ആരെയും മുറിക്കാനായിട്ട് വചനം പ്രസംഗിക്കരുത്. ഓൾവേസ് ബി എ കംഫർട്ടർ. പക്ഷെ പരിശുദ്ധാത്മ, ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ മുറിക്കും. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ദൈവത്തിനായിരിക്കും. കാരണം നമുക്കറിയത്തില്ലല്ലോ എവിടെയാ മുറിക്കേണ്ടതെന്ന്, എങ്ങനെയാ മുറിക്കേണ്ടതെന്ന്. ഒരു ഡോക്ടർ അവനറിയാം ആവശ്യമുള്ളത് ഏതാ, ആവശ്യമില്ലാത്തത് ഏതാണ്. ആവശ്യമുള്ള വെയിനൊന്നും കട്ട് ചെയ്ത് കളയത്തില്ല, ആവശ്യമില്ലാത്തത് മാത്രമേ കട്ട് ചെയ്ത് കളയത്തുള്ളൂ. അൺവാണ്ടഡ് ഗ്രോത്ത്. അപ്പൊ പരിശുദ്ധാത്മാവിന് അറിയാം എവിടെ മുറിക്കണമെന്ന്. പരിശുദ്ധാത്മാവ് മുറിച്ചാൽ ആ മുറിക്കുന്നതിന്റെ അകത്തുള്ള ഉദ്ദേശം എന്താണെന്നറിയാമോ? അധികം ഫലം കായ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. വചനം കൊണ്ട് ചെത്തി വെടിപ്പാക്കുന്ന എന്തിനാണെന്നറിയാമോ? അധികം ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. അപ്പോ എവിടെയെങ്കിലും ദൈവവചനത്തിന്റെ അകത്തു നിങ്ങൾക്ക് കുത്തു കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ മുറിച്ചതാണ്. അതിന്റെ മുന്നിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പോയി മുട്ടുമടക്കണം. ആമേൻ. താങ്ക് യു ജീസസ്. അപ്പോ ക്രിസ്തീയ വചനത്തിന്റെ അഭ്യസനം, നമ്മൾ ദൈവവചനം പഠിക്കുന്നതൊക്കെ ഈ വചനം പഠിച്ചതിന്റെ തെളിവ് എവിടെയാ കാണേണ്ടതെന്നറിയാമോ? ഒരു വിശ്വാസിക്ക് എത്രമാത്രം ഹെഡ് നോളജ് ഉണ്ടെന്നുള്ളതല്ല, തലച്ചോറിനകത്ത് ഇത് മൊത്തം നിറച്ചു വെക്കുക എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഗ്രീക്കോ ഹീബ്രുവോ യവനായ ഭാഷയോ എബ്രായ ഭാഷയോ ഒന്നും, അലേഫ് ബേത്ത് ഗിമൽ ഡാലത്ത് ഒന്നും അറിയത്തില്ലെങ്കിലും കർത്താവിന്റെ വചനം നിങ്ങൾക്ക് അറിയാകുന്നത് അനുസരിക്കാൻ പറ്റിയാൽ ദാറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് തിങ്. വചനത്തെ ഒന്ന് ജീവിതത്തിലൊന്ന് പകർത്താൻ പറ്റിയാൽ, എന്തൊക്കെ അറിയാമെന്നുള്ളതിലല്ല കാര്യം, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതിലാ കാര്യം. ദൈവവചനത്തിന്റെ അകത്ത് ജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. ദൈവവചനത്തിൽ ജീവിക്കാൻ. സം പീപ്പിൾ ലിവിങ് ഇൻ ദിസ് വേൾഡ്, ചില ആൾക്കാർ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടെ ഞാൻ പറയാം, അവർ ലോകത്തിന്റെ കണ്ണാടിയിലൂടെ ദൈവവചനത്തെ നോക്കുന്നു. പരിശുദ്ധൻ എന്നോട് പറഞ്ഞോട് ഒരിക്കൽ കൂടെ പറയാതെ. ചിലരങ്ങനെയല്ല, അവർ വചനത്തിന്റെ കണ്ണാടിയിലൂടെ ലോകത്തെ നോക്കുന്നു. ഈ ഒരു സീസണില് മൺഡേയില് നമ്മുടെ കേരളം മുഴുവൻ ഓണം ആഘോഷിക്കുമായിരുന്നു. സത്യം പറഞ്ഞ ഞാൻ ആ സംഭവമേ ഓർത്തില്ല അങ്ങനെ ഒരു ഫെസ്റ്റിവൽ ഉണ്ടെന്ന്. ഐ വാസ് സോ ബിസി വിത്ത് ദ മിനിസ്ട്രി, എവ്രിതിങ്. പ്രാർത്ഥനയിലായിരുന്നു. സത്യത്തിൽ ഞാൻ അന്നത്തെ ദിവസം ഉപവാസമായിരുന്നു, ഞാൻ കുടുംബമായിട്ട്. ഞങ്ങൾ അതിനെപ്പറ്റി ഓർത്തതേ ഇല്ല. പക്ഷേ ഫേസ്ബുക്കൊക്കെ തുറന്നു നോക്കിയപ്പോൾ, വാട്സപ്പൊക്കെ തുറന്നു നോക്കിയപ്പോൾ ഒത്തിരി ഫോട്ടോസ് കണ്ടു. പിറ്റേ ദിവസം രാവിലെ 2 ദൈവദാസന്മാർ എൻ്റെ ഏറ്റവും അടുത്ത് എൻ്റെ പ്രെയർ പാർട്ട്നേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ കൊറോണയുടെ സീസണിലാണ് ദൈവമക്കൾ ഏറ്റവും കൂടുതൽ ഇലയിട്ട് ഓണം ഉണ്ണുന്നതിന്റെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തത്. നിങ്ങൾ എന്നോട് പിണങ്ങിയാലും എനിക്ക് വിരോധമൊന്നുമില്ല, നിങ്ങളുടെ മുഖം എനിക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ജാതികളോട് ഇണയില്ല പിണ കൂടരുതെന്ന് നമുക്കറിയാം. അതിൽ ചില ദൈവദാസന്മാർ വിട്ടിട്ടുണ്ട്, അതാ രസം. ചില ദൈവദാസന്മാർ വിട്ടിട്ടുണ്ട്, അവരതിനകത്തുനിന്ന് ഒഴിഞ്ഞിരിക്കുമല്ല. അപ്പൊ അവരോട് ചോദിച്ചാൽ ഞാൻ ആരോടും ചോദിച്ചില്ല. ഈവൻ എനിക്ക് പരിചയമുള്ള, എനിക്ക് നന്നായിട്ട് അറിയാവുന്ന, ഇനി ചോദിക്കാൻ പോലും റൈറ്റ് ഉള്ളവർ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ മിണ്ടിയിട്ടില്ല. പരിശുദ്ധനോട് പറഞ്ഞു, കീപ് ക്വയറ്റ്, വിശുദ്ധൻ ഇനി തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഈ കൊറോണ സീസണിലാണ് ഏറ്റവും കൂടുതൽ പെന്തിക്കോസുകാർ ഇലയിട്ട് അവൻ ഓണം ഉണ്ട സമയം. അപ്പൊ ചോദിക്കുമ്പോ എന്തുവാ, പാസ്റ്ററെ ഇങ്ങനെ ആയിരിക്കും ഒരു ഉത്തരം പറയാൻ പോകുന്നത്. പാസ്റ്ററെ ഈ അവിയലും തോരനും സാമ്പാറും പരിപ്പും കൂട്ടി ഇലയും ഞങ്ങൾ കഴിച്ചെന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് തിരിച്ചു ചോദിക്കാനൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആണെങ്കിൽ, നിങ്ങൾ അങ്ങനെ കഴിച്ചതേ ഉള്ളെങ്കിൽ, why you uploaded that photo in the Facebook? Why you put that photo as your status? That means that is something special for you. ദൈവമക്കളെ, ഇലയിട്ട് കഴിച്ചെന്ന് പറഞ്ഞാൽ ദൈവം കോപിക്കത്തൊന്നുമില്ല. ആമേൻ. പക്ഷേ
എല്ലാ കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു വേൾഡ് വ്യൂ ഉണ്ട്. അതിൻ്റെ പിന്നിൽ ഒരു ആത്മീയ സത്യമുണ്ട്. ഞാൻ പത്രോസിന്റെ ലേഖനം പഠിപ്പിച്ചപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞതാ, നമ്മൾ ഇതെല്ലാം കൂടെ നമ്മുടെ തലയിലോട്ട് കയറ്റി വെച്ചിട്ട് ഒന്നും അനുസരിക്കാതിരിക്കുന്നതിനെക്കാട്ടിലും നല്ലത് സത്യത്തിൽ ഇത് അറിയാണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനം. അപ്പൊ പറയും, പാസ്റ്ററെ കൾച്ചർ അല്ലേ? കൾച്ചർ. സോ വി ഹാവ് എ ബിബ്ലിക്കൽ കൾച്ചർ. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ, നിങ്ങൾ എന്നോട് പിണങ്ങിയാലും ഞാനിത് വിളിച്ചു പറയും, വി ഹാവ് എ ബിബ്ലിക്കൽ കൾച്ചർ. ആണ്ടിലാണ്ടിൽ വരുമെന്ന് ആരോ പാതാളത്തിൽ നിന്ന് കയറി വരുമെന്ന് പറഞ്ഞ ഒരാളല്ല നീ കാത്തിരിക്കുന്നത്. ചുടുചോര കാൽവറിയിൽ ചിന്തി തന്ന് അവസാനത്തുള്ളി രക്തം വരെ ഊറ്റി നിനക്ക് വേണ്ടി കാൽവറിയിൽ പെടഞ്ഞു ജീവൻ തന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കാൻ കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ലോകത്തിൽ നീ മാലിന്യപ്പെട്ടു പോകരുത്. കറയും വാട്ടവും മാലിന്യമില്ലാത്ത ഒരു സഭയെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അല്ലാതെ തൂഷനിലയിൽ ഓണം ഉണ്ടെന്ന ആമേൻ, ഹല്ലേലൂയ, ആമേൻ. Thank you, Jesus. I'm so sorry. If I hurted your feelings, it's not my word. I never intended to say this. ഇത് പറയാൻ ഞാൻ വന്നതല്ല. ഇത് പരിശുദ്ധാത്മാവിന്റെ ഈ ക്ലാസ് പഠിക്കാൻ വന്ന നിങ്ങളെങ്കിലും വ്യത്യസ്തരായിരിക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. കർത്താവിന്റെ പെയിനാ ഞാൻ പറയുന്നത്. ജാതികളോട് ഇണയില്ല, പിണ കൂടരുത്. അത് പിന്നത്തേതിൽ നിങ്ങൾക്ക് ദോഷമായി സംഭവിക്കും. ശലോമോൻ എന്താ സംഭവിച്ചത്? ഒരു ചെറിയ തെറ്റേ ചെയ്തുള്ളൂ. ജാതിയിൽ നിന്ന് ഭാര്യമാരെ സ്വീകരിച്ചു. ദേവന്മാർക്ക് ക്ഷേത്രം പണിഞ്ഞു കൊടുക്കേണ്ടി വന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ചെറിയൊരു കാര്യത്തിന് നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പോയാൽ, ദൈവമക്കളെ, വചനത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ ജീവിക്കുന്ന ദൈവമക്കൾക്കാണ് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ അതിവിശുദ്ധനായിട്ടൊന്നും അല്ല പറയുന്നത് കേട്ടോ. ആമേൻ. നല്ല ഒരു സദ്യ കിട്ടിയാൽ ഞാനും കഴിക്കും. പക്ഷെ ഓണത്തിന് വെച്ച് നീട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചികമായ ഫെസ്റ്റിവലിന് വെച്ച് നീട്ടുന്ന ഒന്നും നമുക്ക് വേണ്ടവേ വേണ്ട. We have, amen, a faithful, amen, life. We have, amen, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വിശുദ്ധ ജീവിതം, ഒരു ഹോളി ലൈഫ് നമുക്കുണ്ടായിരിക്കണം. താങ്ക് യു ജീസസ്. നമ്മൾ പിന്തിരിപ്പിനാന്നൊക്കെ ആൾക്കാർ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇതിനു വേണ്ടിയൊക്കെയല്ലേ നമ്മൾ ശബ്ദിക്കേണ്ടത്, ഇതിനു വേണ്ടിയൊക്കെയല്ലേ നമ്മൾ നിൽക്കേണ്ടത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യഥാർത്ഥ സ്നേഹം ഉണ്ടാകണം, ശുദ്ധ ഹൃദയം ഉണ്ടാകണം, വിശ്വസ്തത, ആമേൻ, സ്തോത്രം, വിശ്വാസവും നമ്മളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഡു നോട്ട് ബി കോംപ്രമൈസ്. ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും കോംപ്രമൈസ് ചെയ്യരുത് ദൈവമക്കളെ. നമ്മുടെ വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യരുത്, ഒരിക്കലും അടിയറവ് വെക്കരുത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ ഉപദേശം, ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റാനായിട്ട് ദൈവത്തിൻ്റെ സഭയ്ക്കകത്ത് ടീച്ചേഴ്സ് വേണം, അധ്യാപകർ വേണം. ആമേൻ, അധ്യാപകർ വേണം. വചനം നിർമ്മലമായി പഠിപ്പിക്കുന്നവർ വേണം. അതിനകത്ത് അവൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ളവർ വേണം. അധ്യാപകർ കുറഞ്ഞു പോയാലുള്ള പ്രശ്നം എന്തോന്നറിയാമോ? ദൈവവചനത്തിന്റെ ശക്തിയിലേക്കും ദൈവവചനത്തിന്റെ സത്യത്തിലേക്കും ജനത്തെ ആര് വഴി നടത്തും? അതിനൊരു ആധികാരികതയുണ്ട് ദൈവത്തിന്റെ വചനത്തിൽ. ബൈബിൾ ഈസ് എ യൂണിവേഴ്സൽ ട്രൂത്ത്. അത് അമേരിക്ക ചെന്നാലും, എത്യോപ്യ ചെന്നാലും, ഇന്ത്യയിൽ ചെന്നാലും, ഏതൊരു രാജ്യത്ത് ചെന്നാലും ദൈവവചനമാണ്. അതിന് മാറ്റമില്ല. ആമേൻ. അപ്പോൾ ആ ഒരു ആധികാരികത, സാർവത്രികത, ഉപദേശത്തിലുള്ള സാർവത്രികത നിലനിർത്താൻ അധ്യാപകർ വേണം. അവരെ പ്രത്യേകിച്ച് അടിസ്ഥാനപരമായിട്ട് അവർ ഉപദേശങ്ങൾ പഠിച്ചിരിക്കണം. They have to learn the scriptures, especially the fundamental doctrines പഠിച്ചിരിക്കണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? ദൈവമക്കള്, സാധുക്കളായ ആടുകള്, അവർക്ക് മാനുഷികമായ പഠിപ്പിക്കലിലേക്ക് അവർ അട്രാക്റ്റഡ് ആയി പോകും. അവരുടെ തലയ്ക്കകത്ത്, അവരുടെ ബ്രെയിനകത്ത് തത്വജ്ഞാനം കയറും. ദൈവത്തിന്റെ വെളിപ്പാടുകൾ ഇരിക്കേണ്ട സ്ഥലത്ത് മാനുഷികമായ ആമേൻ പഠിപ്പിക്കലുകൾ കയറും. ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ദുരുപദേശങ്ങൾ ദൈവസഭയ്ക്കകത്ത് നുഴഞ്ഞു കയറിയത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്നറിയാമോ? അധ്യാപകർ, ഉപദേഷ്ടക്കന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ പോരായ്മയാണ്.
അവരെന്നാ ചെയ്തെന്നറിയാമോ? അവര് വേദികളൊക്കെ കോമഡി ഷോകളാക്കി മാറ്റി. ജനത്തെ ത്രസിപ്പിക്കുന്ന, ജനത്തെ ഉല്ലസിപ്പിക്കുന്ന, അവൻ ഒരു വാക്യം വായിച്ചിട്ട് 1.5 മണിക്കൂർ കോമഡി ഷോ നടത്തുന്ന വേദികളാക്കി മാറ്റി. സഭയ്ക്കകത്തു പറയേണ്ടത് സ്റ്റേജിൽ പ്രസംഗിക്കുകയും സ്റ്റേജിൽ പ്രസംഗിക്കേണ്ടത് സഭയ്ക്കകത്ത് പ്രസംഗിച്ചിട്ട് രംഗബോധമില്ലാത്ത കോമാളികളായി എന്നെപ്പോലുള്ള സുവിശേഷകന്മാർ മാറിയപ്പോൾ ഒരു കൂട്ടം സാധുക്കളായ ദൈവമക്കൾ ദൈവ വഴി വിട്ടുപോയി. നമ്മളിതൊന്നും അറിഞ്ഞില്ല, നമുക്കത് അറിയേണ്ട കാര്യവുമില്ലല്ലോ. ദൈവത്തിന്റെ മക്കളെ, ഒരു ഉപദേഷ്ടാവിന്റെ റോൾ, ഇമ്പോർട്ടൻസ് ഇന്ന് രാത്രി നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവ മക്കളെ ദൈവ വചനത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വി ഹാവ് ലോട്ട് ഓഫ് ടീച്ചേഴ്സ്. ഒത്തിരി ഉപദേഷ്ടക്കന്മാരുണ്ട്, പക്ഷെ സ്പിരിറ്റ് ഫീൽഡ് ടീച്ചേഴ്സ് ഇല്ല. എന്തെങ്കിലും 10 വചനം പഠിച്ചു കഴിയുമ്പോഴത്തേന് ഇവർക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, ഇന്ത്യയിലേക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി ദൈവദാസന്മാർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രൊഫസർ AC ജോർജ് സാറ്, ഡോക്ടർ AC ജോർജ് സാറ്, നമ്മുടെ സ്റ്റീവിൻ്റെ അപ്പച്ചനാണ്. AC ജോർജ് സാറെ ഒക്കെ അദ്ദേഹത്തിൻ്റെ ഒക്കെ ക്ലാസ്സിൽ ഡോക്ടർ ഇടിച്ചെറിയ നൈനാൻ, ഇന്ന് ഇന്ത്യ കണ്ടതിലേക്ക് ഏറ്റവും നല്ല തിയോളജിയാണ്, അദ്ദേഹമായിരുന്നു എൻ്റെ പ്രിൻസിപ്പള്. രാജൻ ജെ ആഷേർ, ഒത്തിരി ദൈവദാസൻ, ഡോക്ടർ B വർഗീസ്, ഒത്തിരി പ്രഗത്ഭന്മാരുടെ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ ദൈവം കൃപ നൽകി. പക്ഷേ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു അധ്യാപകനുണ്ട്, പേര് ഞാൻ പറയത്തില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണാതറിയാം, പക്ഷെ അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്ക് അറിയത്തില്ല, പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. കാരണം ഈസ് നോട്ട് അറ്റ് ഓൾ yielded to the Holy Spirit. അദ്ദേഹം ഒരു വാക്യം പറയുന്നത്, ജെയിംസ് 565 പേജിൽ താഴോട്ട് വരച്ചേ, നീ അതിന്റെ ആ വാക്യം, 6-ാമത്തെ വാക്യം അദ്ദേഹത്തിന് കാണാനറിയാം. അദ്ദേഹം അങ്ങനെ കോപ്പി എടുത്ത് വെച്ചേക്കോ ഹൃദയത്തിൽ വേദപുസ്തകത്തിന്റെ. പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിലോ അദ്ദേഹത്തിന്റെ ബൈബിൾ ക്ലാസ്സിലോ നിങ്ങൾക്ക് ഒരു ആത്മീയ വർധനവും ഉണ്ടാകത്തില്ല. ക്രിസ്തുവിന്റെ തലയോളം വളരുവാനോ ഒന്നും സംഭവിക്കത്തില്ല. ടോട്ടലി നെഗറ്റീവ്. ഈ തിയോളജിക്കൽ ഫീൽഡിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾ ഭാഗ്യവാന്മാരാകട്ടോ. ഞാൻ ഈ വചനം നിങ്ങളെ വളരെ പോസിറ്റീവായിട്ട് പഠിപ്പിക്കും. ക്രിട്ടിക്കൽ അനാലിസിസ് ആണ്. ക്രിട്ടിക്കൽ ആദ്യത്തെ നമ്മുടെ തിയോളജിയുടെ ആദ്യത്തെ ക്ലാസ് തന്നെ ദൈവം ഇല്ലെന്ന് പറഞ്ഞ് നമ്മളെ പഠിപ്പിക്കുന്നു. നിങ്ങളൊക്കെ തിയോളജി ക്ലാസ്സിലൊക്കെ പോയാൽ ഇറങ്ങി ഓടും. താങ്ക് യു. എന്നെ പഠിപ്പിച്ചൊരു അധ്യാപകനുണ്ട്, അദ്ദേഹം തിയോളജി അധ്യാപകൻ. അദ്ദേഹം ബൈക്ക് സ്റ്റാൻഡേ വെച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് ഞങ്ങളുടെ ക്ലാസ്സിൽ കയറി വന്നിട്ട് ഷാൽ വി പ്രേ എന്ന് പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഈ ഭൂമിയിലൊന്നും അല്ല, ഹെൽമെറ്റ് ഒന്ന് ഊരി മാറ്റാൻ പുള്ളി മറന്നുപോയി. കാരണം ഈ ലോകത്തല്ല ചലിക്കുന്നത്. ചില അധ്യാപകർ പറയും, നിങ്ങൾ എൻ്റെ ക്ലാസ് മാത്രമേ കേൾക്കാവുള്ളൂ, ഡു നോട്ട് കോപ്പി മൈ ലൈഫ്. അങ്ങനെയുള്ള അധ്യാപകരുണ്ട്. ദൈവവചനം പൂർണ്ണമായിട്ട് വിശ്വസിക്കാത്ത തിയോളജിയന്മാരുണ്ട്. അവർ പറയുന്നത് ഇതൊക്കെ അലൂഷൻസ് ആണ്, ഇതൊക്കെ വെറുതെ കെട്ടുകഥകളാണ്, ഇതൊക്കെ നിങ്ങൾ യോനയെ പറ്റി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇത് വിശ്വസിക്കാത്തവരുണ്ട്. ഞാൻ പഠിപ്പിച്ചൊരു സെമിനാരിയില്, ഞാൻ ഫാക്കൽറ്റി ആയിരുന്ന, ഞാൻ ചാപ്ലനായിരുന്ന, വാർഡനായിരുന്ന ഒരു സെമിനാരിയില് അവിടുത്തെ രജിസ്ട്രാർ അദ്ദേഹം മനുഷ്യ ദൈവങ്ങളെ വിശ്വസിക്കുന്ന ആളാണ്. നിങ്ങൾ വിശ്വസിക്കുമോ? ഇതൊക്കെ എന്തിനാ പാസ്റ്ററെ തുറന്നു പറഞ്ഞാൽ? നിങ്ങൾ മനസ്സിലാക്കണം, ഇതൊക്കെ അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും ഒന്ന് ഉണരണം ഇന്ന് രാത്രി. ഹല്ലേലൂയ. യേശുവിനെ പോലുള്ള അവതാരങ്ങളാണ് മനുഷ്യ ദൈവങ്ങളെന്ന് പറയുകയോ സമർത്ഥിക്കുകയോ ലേഖനം എഴുതുകയും ചെയ്യുന്നവർ നമ്മുടെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ളിടത്തുനിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും ശ്രദ്ധിക്കുക. ബൈബിൾ കോളേജിൽ പോകുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ എപ്പോഴും പറയും, യു ഷുഡ് ഹാവ് എ പേഴ്സണൽ കണക്ഷൻ വിത്ത് ദ ലോർഡ്. Always you have to keep your personal time with the Lord. ദൈവവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമില്ലെങ്കിൽ, നിങ്ങൾ വലിയ ശുശ്രൂഷയുടെ ഒക്കെ സ്വപ്നം കണ്ടായിരിക്കും ബൈബിൾ കോളേജിൽ സെമിനാരിലൊക്കെ പോകുന്നത്. MDU MTH ഒക്കെ കഴിയുമ്പോഴത്തേനും നമ്മുടെ ബ്രെയിനൊന്നും ഒന്നിനും കൊള്ളാണ്ടായി മാറും. ആമേൻ. താങ്ക് യു. പക്ഷേ പഠിക്കാൻ പോകണ്ടെന്നല്ല ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ ഡോക്ടറേറ്റിന് എല്ലാം പോകണം, എല്ലാം പഠിക്കണം. പക്ഷെ ദൈവാശ്രയമില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ, ഇത് എത്ര ഞാൻ പറഞ്ഞുള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയില്ലാത്ത നമ്മുടെ അറിവ് വെറും റബ്ബിഷാന്നാണ് ഞാൻ പറഞ്ഞത്. ആമേൻ. സോ അധ്യാപകർ വേണം. ടീച്ചേഴ്സ്, സ്പിരിറ്റ് ഫിൽഡ് ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആത്മാവിൽ നയിക്കപ്പെടുന്ന ദൈവിക അധ്യാപകർ. അപ്പൊ ചിലർ പറയാറുണ്ട്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത്, കത്തോലിക്കരുടെ ഭക്തിയും
എന്നാ ബ്രദറുകാരുടെ വചന പാണ്ഡിത്യവും പെന്തിക്കോസുകാരുടെ ആരാധനയും ഒക്കെ പറയും. ദൈവമക്കളെ, ഇതിനോടൊന്നും എനിക്കൊരു യോജിപ്പില്ല കേട്ടോ. കാരണം ഈ ദൈവവചനത്തിന്റെ പാണ്ഡിത്യം പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗക്കാരെ നമ്മൾ പറയാറുണ്ട്, ഐ നെവർ ബിലീവ് ദാറ്റ് ദേ ഹാവ് സച്ച് എ ഡീപ് നോളജ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ്. കാരണം ഒരു നല്ല കപ്പല ഒരു ചെറിയ ഹോളുണ്ട്, ഒരു ചെറിയ ഹോളേ ഉണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ആരോ തമാശയ്ക്ക് പറയായിരുന്നു, ഓപ്പറേഷൻ ഈസ് സക്സസ് ബട്ട് ദ പേഷ്യൻ്റ് ഡൈഡ് എന്ന്. നല്ല ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല, പുള്ളി സുന്ദരനായിട്ട് കിടപ്പുണ്ട്, പക്ഷെ ആൾ തട്ടിപ്പോയി. അങ്ങനെയാ പല ഉപദേശവും. പരിശുദ്ധാത്മാവിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങനെ ഒരു സംഭവത്തെ പറ്റി അവർ വിശ്വസിക്കുന്നുമില്ല. അങ്ങനെ കേട്ട് അങ്ങനെ ഉണ്ടെന്ന് അതൊക്കെ നിന്നുപോയെന്നാണ് പറയും. അങ്ങനെയുള്ളവരുടെ വചന പാണ്ഡിത്യം കൊണ്ട് എന്നാ കാര്യം? It's no use at all if you don't believe in the Holy Spirit. രണ്ട് അടിസ്ഥാനത്തിലാണ് ദൈവസഭയെ പണിഞ്ഞിരിക്കുന്നത്. ഒന്ന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹോളി സ്ക്രിപ്ചേഴ്സ്. രണ്ട് ഹോളി സ്പിരിറ്റ്. നമ്മൾ ഹോളി സ്പിരിറ്റിനെ ഉണ്ടെങ്കിലേ ഹോളി സ്ക്രിപ്ചർ മനസ്സിലാകത്തുള്ളൂ. ഹോളി സ്ക്രിപ്ചർ ഉണ്ടെങ്കിലേ ദൈവസഭയ്ക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇതാ സീക്രട്ട്, വേറെ സീക്രട്ട് ഒന്നും ഇല്ല. ഹല്ലേലൂയ. അപ്പൊ ദൈവിക ഉപദേഷ്ടാക്കന്മാർ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ വിശ്വാസം, അവരുടെ സ്വഭാവം, അവരുടെ ജീവിതശൈലി, അവരുടെ രീതികൾ ദൈവത്തിന്റെ വചനത്തിൽ എഴുതപ്പെട്ടതുപോലെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിരിക്കണം. ഹല്ലേലൂയ. ഞാൻ ഈ ഉപദേഷ്ടാക്കന്മാരെ പറ്റി പറയുമ്പോൾ ഇത്രയൊന്നും പറയാനായിട്ട് വന്നതല്ല, പെട്ടെന്ന് അടുത്ത ഭാഗത്തേക്ക് പോകണമെന്ന് വിചാരിച്ച് വന്നത്. പക്ഷെ 2 തീമോത്തിയിലേക്ക് പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുവന്നു. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 14-ലും 15-ലും ഈ ടീച്ചർ എങ്ങനെയായിരിക്കണം തീമോത്തിയോസിനോട് പറയാം, നീ എങ്ങനെ വേണം വചനം പ്രസംഗിക്കാൻ, നീ എങ്ങനെ പഠിപ്പിക്കണം. ശ്രദ്ധിക്കണേ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയല്ല ഞാനീ പറയുന്നത്. 2 തീമോത്തിയോസ് 2-ാം അധ്യായം 14 മുതൽ അങ്ങനെ താഴോട്ട് ഞാൻ വായിക്കാം. എവിടം വരെ കർത്താവ് എന്നെ കൊണ്ടുപോകും അത്രയും. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം. എപ്പോഴും ഡിബേറ്റിനെ പറ്റി ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാണ്. ഫാസ്റ്റർ, വാട്ട് ഡു യു ടെൽ അബൌട്ട് ഡിബേറ്റ്? മക്കളെ, ഇതൊക്കെ ഞാൻ പറയുമ്പോൾ MD ലെവലിലെ BD ലെവലിലൊക്കെ ഡിബേറ്റ്സ് ഉണ്ട് ക്ലാസ്സിൽ. ഒരു ടോപ്പിക്ക് എന്നിട്ട് നമ്മൾ ഡിബേറ്റ് ചെയ്യണം. പഠിക്കുന്ന മേഖലയിൽ അത് നല്ലതാ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്ന കേട്ടോ, വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അതെന്തോ ചെയ്യുന്നറിയോ? കേൾക്കുന്നവരെ മറിച്ചു കളയും. ഈ വാഗ്വാദങ്ങളിൽ പെട്ടിട്ട്, അതായത് ഡയലോഗ്സ്, ആ ഒരു മീറ്റിംഗിൽ, ആ ഒരു സംവിധാനത്തിൽ രക്ഷിക്കപ്പെട്ടവരുടെ പേരുമല്ലോ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങളുടെ തോളെ തട്ടി അഭിമാനിക്കാം. കാരണം വാഗ്വാദത്തിലൂടെ ഒരാളെ, ഒരു പാപിയെ പോലും മാനസാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. യു ക്യാൻ നോട്ട്, നെവർ. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹോളി സ്പിരിറ്റ് ടു കൺവിക്ട് എ പേഴ്സൺ സിൻ. ഒരാളുടെ പാപത്തെ ബോധം വരുത്തുന്നത് പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടിയാണ്. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ വീട്ടില് ആരെങ്കിലും വിശ്വാസത്തിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾ ഒറ്റയ്ക്കാ വിശ്വാസത്തിൽ വന്ന്, നിങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് നിന്നെ കൊല്ലും ഞാനും ചാവും എന്ന് പറയരുത്. അവരോട് അവരുടെ വിശ്വാസത്തെ എല്ലാം തള്ളിപ്പറഞ്ഞ് ഇപ്പോഴെല്ലാത്തിനും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞ് നമ്മളൊരു പടയാളിയെ പോലെ തോക്കെടുക്കരുത്. ഷുഡ് നോട്ട് ടെൽ, അങ്ങനെ പറയരുത്. ഡിബേറ്റ് കൊണ്ട്, അങ്ങനെ വാഗ്വാദം കൊണ്ട് ഒരിക്കലും ഒരാളെ ക്രിസ്തുവിലേക്ക് നമുക്ക് നയിക്കാൻ പറ്റത്തില്ല. യു ക്യാൻ ലീഡ് എ പേഴ്സൺ ടു ക്രൈസ്റ്റ് only through love. സ്നേഹത്തിലൂടെ മാത്രമേ നിങ്ങൾക്കൊരാളെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ പറ്റത്തുള്ളൂ. അവരുടെ വിശ്വാസം എല്ലാം തെറ്റാന്ന് ഒരുപക്ഷെ പറഞ്ഞവരെ മനസ്സിലാക്കാൻ പറ്റിയാലും യഥാർത്ഥമായ ഒരു മാനസാന്തരം അവരിൽ ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ അകത്തെ ഗ്രേസ് ഫാക്ടർ വർക്ക് ചെയ്യണം. നിങ്ങളുടെ അകത്തിരിക്കുന്ന കൃപയുണ്ടല്ലോ, നിങ്ങളുടെ അകത്തിരിക്കുന്ന ക്രിസ്തു ഉണ്ടല്ലോ, ക്രിസ്തു അവരിലേക്ക് പകരപ്പെടണം. നിങ്ങളുടെ കണ്ണുകളിലൂടെ, നിങ്ങളുടെ വാക്കുകളിലൂടെ, എൻ്റെയും നിങ്ങളുടെയും വാക്കിലൂടെ ആ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ലാത്ത, രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത വീട്ടുകാരെ ആ സാന്നിധ്യം തിരിച്ചറിയണം. അല്ലാതെ അവരെ നമ്മൾ ഇനി എന്തോ പറഞ്ഞാലും
അവരിച്ചിലൂടെ നമ്മളോട് കയ്പാകുമെന്നേ ഉള്ളൂ. ഞാൻ പണ്ടങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം മിക്കവാറും ഉള്ളവർക്ക് നമ്മളാണെങ്കിൽ ബൈബിൾ കോളേജിലൊക്കെ പഠിക്കും, അല്ലെങ്കിൽ സൺഡേ സ്കൂളിലൊക്കെ നമ്മൾ ഒത്തിരി വചനം പഠിക്കും. അവർക്ക് ലാസ്റ്റ് പിടിച്ചിരിക്കാൻ പറ്റാതെ ഗത്യന്തരം പറയും ദൈവവചനത്തിലൊന്നും കാര്യമില്ലെന്ന്. അച്ഛന്മാർ സഹിതം പറയും. ഞാനൊരു ഒരു കഴിഞ്ഞ ദിവസം ഒരു മീഡിയയിൽ ഏഷ്യാനെറ്റിൽ ഒരു കണ്ടപ്പോൾ തിരിച്ചു പറയാനൊന്നും ഇല്ലാതെ വന്ന പറഞ്ഞു, ബൈബിൾ അല്ല ആധികാരികതമായ വചനം എന്നൊക്കെ പറയും. കാരണം അതിനെ ബൈബിളിനെ ആധികാരികമായിട്ട് പറയാൻ അറിയാത്തത് കൊണ്ടാണ്. they don't know. സോ അങ്ങനെയുള്ളവരോട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി ഇടിവ് നിൽക്കണം, അവരുടെ പേര് പറഞ്ഞ് അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കണം. ആൻഡ് യു ഷുഡ് പ്രേ ഫോർ ദം ദാറ്റ് their spiritual eyes be open. അവർ ദൈവവചനം മനസ്സിലാക്കിയാൽ ദൈവം അവരകത്ത് ക്രിയയും. അപ്പം കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം. ദൈവവചനം വാഗ്വാദത്തെ പറ്റി വിളിക്കുന്ന ഒന്നിനും കൊള്ളാത്ത സാധനമൊന്നും. ഈ ഒന്നിനും കൊള്ളാത്തതൊക്കെ നമുക്ക് വേണോ എന്ന് നമ്മുടെ യൗവനക്കാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. കർത്താവിനെ സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുക. നീ ഒരു കാര്യം ശ്രമിക്കണം, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം, നീ ഒരു കാര്യം ശ്രമിക്കണം. ദൈവത്തിന് കൊള്ളാവുന്നവനായിട്ട് നിൽക്കണം. പൗലോസ് തന്റെ നിജപുത്രനായ തിമത്തിയോസിനോട് പറയുക, നീ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കണം. അപ്പൊ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? സത്യവചനത്തെ, the true word of God, അതിനെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കണം. അതിനകത്ത് മായം ചേർക്കരുത്. ആമേൻ. ദൈവമക്കളെ, ഒരു അധ്യാപകൻ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, അവൻ ദൈവവചനത്തെ സമീപിക്കുന്നത് പ്രസംഗിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രസംഗം ഉണ്ടാക്കാൻ വേണ്ടി ആകരുത്. ഒരു മെസ്സേജ് പുള്ളി ചെയ്യാൻ വേണ്ടി ആകരുത്. അടുത്തൊരു സെർമൺ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാകരുത്. ദൈവമക്കളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ എഫേസ്യ ലേഖനത്തെ സമീപിക്കുന്നതെങ്കിൽ I am totally a failure. You may be blessed. നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമായിരിക്കും. പക്ഷേ if I cannot copy this word of God into my life, I am utterly a failure. തീർത്തും പരാജിതനായ ഒരു അധ്യാപകനായിരിക്കും ഞാൻ. നിങ്ങൾക്ക് ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ കർത്താവിന്റെ അടുത്തോട്ട് എന്നിട്ട് ഈ വചനത്തെ അങ്ങ് കുടിക്കണം, ഈ പരിശുദ്ധാത്മാവിനെ കുടിക്കണം, ദൈവ സാന്നിധ്യത്തിൽ കിടക്കണം. യെസ്, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ അകത്തുനിന്ന്, നമ്മുടെ വയറ്റിൽ നിന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറയണമെന്ന് വിചാരിച്ചായിരിക്കും മീഡിയയുടെ മുന്നിൽ പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ അറിയാതെ നമ്മുടെ അന്തരാത്മാവിനകത്തു നിന്ന് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നിങ്ങളുടെ നാവിലൂടെ ഒരു ഒഴുക്കുണ്ടാകും, ഫ്ലോ ഉണ്ടാകും. പഠിച്ചു വെച്ച് പ്രസംഗിക്കുന്നവരെയും അല്ലാതെ ദൈവം പറഞ്ഞു കൊടുത്ത് ദൈവത്തിന്റെ അഭിഷേകത്തിൽ പ്രസംഗിക്കുന്നവരെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ജീസസ് പഠിച്ചു വെച്ച് പറയുന്നവൻ അടുത്ത പോയിന്റ് മിസ്സായാൽ അവന്റെ മുഖത്തൊരു ജാള്യത കാണാം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിന്റെ അകത്ത് നിന്നുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അകത്തുനിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്കുണ്ടാകും. അത് കേട്ടോണ്ടിരിക്കുന്നവൻ ആത്മനദിക്കകത്ത് മുങ്ങും. അത് കേട്ടോണ്ടിരിക്കുന്നവന്റെ മുട്ടോളമല്ല, അരയോളം പോരാ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദി അവന്റെ ചുറ്റും പൊങ്ങി നിൽക്കുന്നവൻ കാണും. നമ്മൾ നിൽക്കുന്ന ആത്മതലത്തിൽ ഇരിക്കുന്ന ദൈവമക്കളെ കൊണ്ടുവരാൻ പറ്റും. Amen. That is the purpose of a teacher. അതാണ് ഒരു അധ്യാപകന്റെ കടമ എന്ന് പറയുന്നത്. Not to feed the intellectual. കുറേ അവരുടെ ബ്രെയിനെ അങ്ങോട്ട് അങ്ങനെ. നമ്മൾ മലയാളികൾക്കൊരു പ്രശ്നമുണ്ട്. നമ്മൾ ഈ ബ്രെയിൻ ഫീഡ് ചെയ്യുന്നതിലാണ് വലിയ കാര്യം കണ്ടെത്തി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, കർത്താവേ, ഈ റോബർട്ട് ഐൻസ്റ്റീൻ്റെയും രവി സക്രായുടെ ഒക്കെ ബ്രെയിൻ ഇപ്പൊ എന്തുവായി കാണും? എന്തോ ബ്രെയിൻ ആയിരുന്നു അവരുടെ, എന്തോ ലാംഗ്വേജ് ആയിരുന്നു. ഇറ്റ് ഈസ്
Now it became soil. അത് മണ്ണോട് മണ്ണായി ചേർന്ന് പോയി. ബ്രെയിനൊക്കെ ഇത്ര ഉള്ള ദൈവമക്കളെ, എത്ര ബ്രെയിനി ആണെങ്കിലും എത്ര ബ്രില്യൻ്റ് ആണെങ്കിലും. ബില്ലി ഗ്രഹാമിനോട് ആരോ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസംഗത്തിനകത്ത് 50 അത്ര അങ്ങനെയാന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയാം, നിങ്ങളുടെ പ്രസംഗത്തിൽ 50 ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. ബില്ലി ഗ്രഹാം പറഞ്ഞു, നിന്റെ ഗ്രാമർ പെർഫെക്റ്റ് ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ഗ്രാമാറ്റിക്കൽ ഇംഗ്ലീഷ് കൊണ്ട് നിനക്കൊരു ആത്മാവിനെ പോലും നേടാൻ പറ്റാത്തപ്പോൾ എൻ്റെ മുറി ഇംഗ്ലീഷ് കൊണ്ട് ആയിരങ്ങളെ ഞാൻ കർത്താവിന് വേണ്ടി നേടുകയാണ്. ഹല്ലേലൂയ. പെർഫെക്ഷൻ വേണം. ഞാനതിൽ വലിയ പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കർത്താവിന് വേണ്ടി എന്ത് ചെയ്താലും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അതിനകത്ത് ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ അതിനപ്പുറമായിട്ട് ഹല്ലേലൂയ, കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനൊരു വാക്യമുണ്ടല്ലോ, ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത് ശിശുക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു, അല്ലേ? വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. അതുകൊണ്ട് നിന്നെ വാഴ്ത്തുന്നു. ജ്ഞാനികൾക്ക് മറച്ചു വെച്ചത് ഈ പാവപ്പെട്ട ദൈവമക്കൾക്ക് ആമേൻ സ്തോത്രം ദൈവം വെളിപ്പെടുത്തി തന്നു. ഞാൻ ഈ എക്ലീസിയാസ്റ്റസ് സഭാപ്രസംഗി വായിച്ചപ്പോൾ ഒരു സഭാപ്രസംഗി 12:12 പഠിക്കുന്ന പിള്ളേരാറുണ്ടല്ലേ, അവരെ കൊണ്ട് കാണിക്കരുത് ആ വാക്യം. അവർ നിങ്ങൾക്കെതിരെ അത് ഉപയോഗിക്കും. They will pull out that verse from the context. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം എന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. അധികം പിള്ളേരെ കാണിക്കരുത്, അവരത് വേണമെങ്കിൽ വലിയ വാൾ പോസ്റ്റർ അടിച്ചു വെക്കും. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണമെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. എക്ലീസിയാസ്റ്റസ് 12:12. വേറെ ഒന്നുമല്ല, ഒത്തിരി പഠിച്ചിട്ട് ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നതിനെക്കാട്ടിലും ആമേൻ ദൈവവചനത്തിന്റെ സത്യം അറിയാകുന്നതിൽ നടക്കാൻ പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ ധന്യത. ആമേൻ. ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവത്തിന് കൊള്ളാവുന്നവനായി, അതായത് ഇംഗ്ലീഷ് ബൈബിളിൽ അതിന് പറയുന്നത് അപ്രൂവ്ഡ് അൺടു ഗോഡ്, അപ്രൂവ്ഡ് അൺടു ഗോഡ്, നോട്ട് അപ്രൂവ്ഡ് അൺടു മാൻ. മനുഷ്യന് കൊള്ളാവുന്നവനായി നിൽക്കാനെന്നല്ല, അല്ലെങ്കിൽ മനുഷ്യന്റെ അപ്രൂവൽ കിട്ടി നിൽക്കണം എന്നല്ല, ദൈവം കൊള്ളാമെന്ന് പറയണം. നമ്മുടെ ശുശ്രൂഷ നോക്കിയിട്ട് ദൈവം കൊള്ളാമെന്ന് പറയണം. അപ്പം ഈ പാസ്റ്ററൽ മിനിസ്ട്രിയുടെ പ്രത്യേകത 3 വർഷം പതിച്ച് തന്നേക്കുന്നുണ്ട്. ഈ 3 വർഷത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അതിനകത്ത് ആൾക്കാർ വന്നു കൂടി, ഞാനൊരു വൻ വിജയമായിരുന്നു എന്ന് കാണിക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ദൈവദാസന്മാരെല്ലാം. അങ്ങനെ ഒരു തത്രപ്പാടാണെങ്കിൽ ദൈവരാജ്യത്തിനൊന്നും കിട്ടത്തില്ല. പക്ഷെ ഓരോ ദിവസവും പറയണം, ഞാൻ കുറയണം അപ്പാ, നീ എന്നിലൂടെ വളരണം. എത്ര പേര് പ്രാർത്ഥിക്കും ഇന്ന് രാത്രി, അപ്പ ഞാൻ കുറയട്ടെ, നീ വളരട്ടെ. ഐ നീഡ് യുവർ അപ്രൂവൽ. ഞാൻ വചനം പറയുമ്പോൾ മനുഷ്യന്റെ അപ്രൂവലിന് വേണ്ടിയല്ല. ഐ ആം നോട്ട് എ ക്രൗഡ് പ്ലീസർ, ഐ ആം എ ഹെവൻ പ്ലീസർ. ഞാൻ മറ്റു ജനങ്ങളെ ആമേൻ പ്ലീസ് ചെയ്യുന്നവനായിട്ടല്ല, ദൈവത്തിനെ പ്ലീസ് ചെയ്യുന്നവനായി തീരുവാൻ. ഹല്ലേലൂയ. മനുഷ്യന്റെ അംഗീകാരത്തിന് വേണ്ടിയല്ല, ദൈവത്തിന് കൊള്ളാവുന്നവനായി, ദൈവത്തിന്റെ അംഗീകാരത്തിന് വേണ്ടി. ഹല്ലേലൂയ. സ്തോത്രം. 2 തീമോത്തിയോസ് ആമേൻ 1-ാം അധ്യായം 7-8 വാക്യത്തില് പൗലോസ് തീമോത്തിയോസിനോട് പറയാം, മക്കളെ, നീ സത്യം പറയാൻ തുടങ്ങുമ്പോൾ ആൾക്കാർ മൊത്തം നിനക്ക് എതിരാകും കേട്ടോ. നീ അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട, നീ എൻ്റെ കൂടെ കഷ്ടം സഹിക്കുക. പൗലോസിനറിയാം, സത്യം പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആമേൻ എതിരുണ്ടാകും. When you rightly divide the word of God, വീട്ടിലുള്ളവർ തന്നെ എതിരാവും, ചാർച്ചക്കാരെതിരാവും. അപ്പോൾ നമ്മൾ വിചാരിക്കും, മിണ്ടാതിരിക്കുന്നതാരും നല്ലത്, വചനം പ്രസംഗിക്കുന്നത് പ്രശ്നമായി പോയല്ലോ. അപ്പോൾ ആൾക്കാരെ രസിപ്പിക്കുന്നതല്ല സുവിശേഷം, ആൾക്കാരെ ത്രസിപ്പിക്കുന്നതല്ല സുവിശേഷം. അവരുടെ അന്തരാത്മാവിനെ, അവരുടെ അകത്ത് ചത്തുകിടക്കുന്ന ആത്മാവിനെ ജീവിപ്പിച്ച് നിത്യതയ്ക്കു വേണ്ടി അവരെ അവകാശികളാക്കി തീർക്കുന്നതായിരിക്കണം നമ്മുടെ സുവിശേഷം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പം കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നതിന്റെ കട്ടി കൂടിയപ്പോഴത്തേനുണ്ടല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പീരിന്റെ കട്ടി കൂടി, ഉപദേശത്തിന്റെ കട്ടി കൂടി. അങ്ങനെയാണ് ഞങ്ങൾ ഇനി ബൈബിൾ ക്ലാസ്സിന് വരുന്നത്. ഇതിനാണോ ഞാൻ ഇത്രയും സമയം മെനക്കെട്ട് ഇങ്ങനെ ഈ കോൺഫറൻസ് കോളിൽ വന്നത്? കർത്താവചന്റെ കട്ടി കൂടിയപ്പോ തന്നെ എല്ലാരും വിട്ടുപോകാൻ തുടങ്ങി. യോഹന്നാൻ 6:66. ദൈവമക്കളെ, എല്ലാരും നമുക്ക് അനുകൂലം, ദൈവം നമുക്ക് വിപരീതമാകുന്നതിനെക്കാട്ടിലും ലെറ്റ് ഗോഡ് പ്ലീസ്, ദൈവത്തിന്റെ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടാൻ അത് മാത്രം നോക്കിയാൽ മതി. യോഹന്നാൻ 6:66 പറയുന്നു, അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ അവന് സഞ്ചരിച്ചില്ല. കർത്താവിനെ എല്ലാവരും വിട്ടുപോയി.
അപ്പോൾ കർത്താവ് 12 പേരോട് ചോദിച്ചു, നിങ്ങൾക്കും പോവാൻ മനസ്സില്ലായിരുന്നോ? നിങ്ങൾക്ക് പോവാൻ മനസ്സുണ്ടെ പൊക്കോ, നിങ്ങൾ എന്തിനാ നിൽക്കുന്നേ എന്ന് ചോദിച്ചപ്പോ ശിമോൻ പത്രോസ് കർത്താവിനോട് പറഞ്ഞു, ഐ ലവ് ദാറ്റ് ഫ്രേസ്. ആമേൻ. കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്ക പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ആ പത്രോസിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തളത്തെ കത്തിക്കും. ഈ പറയുന്ന വെറുതെ ഈ അധ്യാപകർ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. യു ആർ നോട്ട് ഫീഡിങ് ദ ബ്രെയിൻ, യു ആർ നോട്ട് ഫീഡിങ് ദ ലോജിക്. ഈ പറയുന്ന വചനമുണ്ടല്ലോ, അത് നിത്യജീവന്റെ വചനമാ. കർത്താവിന്റെ വായിന്ന് പുറപ്പെട്ട വാക്കുകൾ കേവലം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ലായിരുന്നു, അത് നിത്യജീവന്റെ മൊഴികളായിരുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. യെസ്, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ, നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനേ. നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങുപോയി വസിക്കും, നിന്നെ വിട്ടിട്ടാടി ഞങ്ങൾ എങ്ങുപോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമിയിൽ ആശ്രയിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കർത്താവിന്റെ വായിന്ന് വന്ന വചനങ്ങൾ അത് നിത്യജീവന്റെ മൊഴികളായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. റൈറ്റ്ലി ഡിവൈഡിങ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തെ യഥാർത്ഥമായിട്ട് പ്രസംഗിക്കാം. ഞാൻ പറഞ്ഞില്ല, സുവിശേഷത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് മുറിവേൽപ്പിക്കും, 2 മുറിവ് കെട്ടും. റൈറ്റ്ലി ഡിവൈഡിങ് എന്ന് പറഞ്ഞാൽ കട്ടിങ് സ്ട്രെയിറ്റ് എന്ന് അതിന്റെ യഥാർത്ഥ അർത്ഥം. കട്ടിങ് സ്ട്രെയിറ്റ്, നേരെ മുറിക്കുക. കലപ്പ ഏന്തി നിൽക്കുന്ന ഒരു കർഷകനെ നിങ്ങൾ ഭാവന കണ്ടേ? കലപ്പ ഏന്തി നിൽക്കുന്ന കർഷകൻ നില ഉഴുന്നത് തോന്നുന്ന പോലെ അങ്ങനെ ലെഫ്റ്റും റൈറ്റും അല്ല പോകുന്നു. കലപ്പേന്തി നിൽക്കുന്ന കർഷകൻ ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങിയാൽ അവന്റെ കൈകൊണ്ട് എത്രത്തോളം ആ കലപ്പ നേരെ പിടിക്കാമോ അത്രത്തോളം നേരെ പിടിച്ച് അവൻ ആ നില ഉഴുതും. യെസ്, അതുകൊണ്ടാണ് യോശുവയോട് ദൈവം പറഞ്ഞത്, നീ ദൈവത്തിന്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. should not go to the left or right. Straight, go straight. ദൈവവചനം സ്ട്രെയിറ്റ് ആയിരിക്കണം. സത്യത്തെ പറഞ്ഞാൽ നേർരേഖയായിട്ട് പോണം. should be honest. Hallelujah, thank you Holy Spirit. Rightly dividing the word of God. ദൈവവചനത്തോട് കൂട്ടിച്ചേർക്കരുത്, ദൈവവചനത്തോട് കുറയ്ക്കുകയും അരുത്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും ഗ്രൂപ്പിനെ പഠിച്ചു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ആമേൻ, എന്നിവരെ എന്തിനു വേണ്ടിയാണ് നിയമിച്ചത്? എന്തിനു വേണ്ടിയാണ് നിയമിച്ചത്? എഫീസ് ലേഖനത്തില് നമ്മൾ ഈ 5 കൂട്ടം കാര്യങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ ബൈബിളിൽ അടയാളപ്പെടുത്തിയത്, ആമേൻ, 10 കൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം ഇവരെ നിയമിച്ചിരിക്കുന്നതായി 16-ാമത്തെ വാക്യം വരെ ആമേൻ പൗലോസ്ലീഗ പരിശുദ്ധാത്മാവിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. അപ്പൊ 1-ാമത്തെ കാര്യം പറയാനേ എൻ്റെ മുന്നിൽ സമയമുള്ളൂ. ശ്രദ്ധിച്ചേ, നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും, ഫുൾ സ്റ്റോപ്പ് 14-ാമത്തെ വാക്യത്തിലെ കേട്ടോ, അവൻ ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്കുമാകുന്നു.
എന്തിനു വേണ്ടിയാണ് ഈ 5 ഗ്രൂപ്പ് ആൾക്കാരെ, 5 ഗ്രൂപ്പ് ഓഫീസസിനെ, 5 ഗ്രൂപ്പിനെ നിയമിച്ചത് എന്നാണ് പറയുന്നത്? ഒന്നാമത്, നാം എല്ലാവരും, എവ്രി വൺ കേട്ടോ, എല്ലാവരും, ഒരാൾ പോലും അതിനകത്ത് ഒഴിഞ്ഞിരിക്കുന്നില്ല. സഭയെ മുഴുവനായിട്ടും എല്ലാവരും എന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും, ഈ താഴെ പറയുന്നത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഒന്നാമത്, യൂണിറ്റി ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന് വേണ്ടി. വിശ്വാസം. പ്രോപ്പർലി ഈ ടീച്ചേഴ്സും ഈ സുവിശേഷകന്മാരും പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഇടയന്മാരും ദൈവജനത്തെ വിശ്വാസത്തിലേക്ക് നയിക്കണം. They should properly lead the people into faith. They have to feed them. Same body of Christ with the same doctrines. ഒരേ ഡോക്ട്രിൻ ആയിരിക്കണം എല്ലാരെയും പഠിപ്പിക്കുന്നത്. പലർക്കും പല ടീച്ചിങ് പാടില്ല. ഇന്ത്യക്കാരോട് ഒരു ടീച്ചിങ്ങും, അമേരിക്കക്കാരോട് വേറൊരു ടീച്ചിങ്ങും അല്ല. മലയാളികൾക്ക് ഒരു ടീച്ചിങ്ങും ഹിന്ദിക്കാർക്ക് വേറൊരു ടീച്ചിങ്ങും അല്ല. ഫോർ എവ്രി വൺ ടു വൺ ഫെയ്ത്ത്, ഒറ്റ വിശ്വാസം. അതായത് ഏക വിശ്വാസത്തിനായി വിളിച്ചെന്ന് പരിശുദ്ധാത്മാവിൽ എഫീസ് ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാ. അപ്പോൾ ഈ 5 വിധ ശുശ്രൂഷകൾ ദൈവം നിയമിച്ചത് വിശ്വാസികളെ വിശ്വാസത്തിൽ പണിയാൻ വേണ്ടിയാണ്. വിശ്വാസത്തിൽ പണിയാൻ വേണ്ടി, എല്ലാവരെയും വിശ്വാസത്തിലേക്ക് നടത്താൻ വേണ്ടി. 2, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തില്, ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനം, ഓഫ് ദ നോളജ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്. ദൈവപുത്രനെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ God gave this gift of pastors, prophets, evangelists to teach us more about our Savior. ഇവര് സഭയെ പഠിപ്പിക്കണം. ഇവര് പഠിപ്പിക്കുമ്പോ, ഇവര് പ്രവചിക്കുമ്പോ, ഇവര് ശുശ്രൂഷിക്കുമ്പോ ക്രിസ്തുവിനെ പറ്റിയുള്ള പരിജ്ഞാനം നമ്മുടെ അകത്ത് നിറയണം. ക്രിസ്തുവില്ലാത്ത പ്രസംഗങ്ങൾ പ്രസംഗമല്ല. Christ without Christianity without Christ is vain. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിത്വം ശൂന്യമാണ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്തീയ പ്രസംഗങ്ങൾ ശൂന്യമാണ്. അതുകൊണ്ട് ഈ 5 വിധ ശുശ്രൂഷകളെ ദൈവം ദാനമായി സഭയ്ക്ക് തന്നത്, 1, വിശ്വാസത്തിലേക്ക് നടത്താൻ. 2, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ. ഈ നോളജ് അല്ലെങ്കിൽ പരിജ്ഞാനം എന്നുള്ള വാക്കിന് ടു ഫുള്ളി ഡിസേൺ കേട്ടോ. ടു ഫുള്ളി ഡിസേൺ, ദാറ്റ് മീൻസ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ. ദൈവത്തെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ. കാരണം ദൈവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ജനക്കൂട്ടമുണ്ട് ഭാരതത്തിലെ ആൾക്കാർ. പ്രത്യേകിച്ച് അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ്. അവർ അറിഞ്ഞ സത്യത്തിൽ അവർ വളരെ വിശ്വസ്തരാണ്. ഞാൻ ഈ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെ ട്യൂഷൻ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒത്തിരി സ്റ്റുഡൻസ് ആയപ്പോഴത്തേന് ഒരു അപ്പനും അമ്മേനോട് ചോദിച്ചു, ക്യാൻ യു ടീച്ച് ഏർലി ഇൻ ദ മോർണിംഗ്? ഒരു 6 മണി തൊട്ട് ക്ലാസ് എടുക്കാം. ഞാൻ പറഞ്ഞു, ഈ കൊച്ചൻ 6 മണിക്ക് എഴുന്നേക്കും. അപ്പൊ ഞാനൊരു 5:45 ആകുമ്പോൾ ചെല്ലുമ്പോൾ ലിയോൺ മോനേക്കാൾ ഇച്ചിരൂടെ ഉള്ള, ഏകദേശം 10 വയസ്സിനോട് അടുത്തുള്ള ഒരു കൊച്ചൻ, അവൻ നനഞ്ഞ തോർത്തൊക്കെ ഉടുത്ത് അവരുടെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വരും. അവൻ പെട്ടെന്ന് പോയി ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് പഠിക്കാനായിട്ട് വന്നിരിക്കും. നമ്മളവരെ തള്ളി പറയും, നമ്മളവരെ കുറ്റം പറയും, നമ്മളവരെ പ്രസംഗത്തിലൊക്കെ വെട്ടും കുത്തും. പക്ഷേ അവരറിഞ്ഞ സത്യത്തിൽ അവര് വിശ്വസ്തരാണ്. ഞാൻ പറഞ്ഞ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള. അങ്ങനെയുള്ളവർ ദൈവത്തെ അറിഞ്ഞു വന്നാൽ അവർ വിശ്വസ്തരായിരിക്കും. ദൈവത്തെ അറിയണം അവര്. അപ്പൊ ദൈവത്തെ എങ്ങനെ അവർ അറിയും? അപ്പോസ്തലനിലൂടെ വേണം അറിയാൻ. അവർ പ്രൊഫറ്റിലൂടെ വേണം അറിയാൻ. ഈ ഓഫീസേഴ്സ് എല്ലാം ദൈവം തന്നത് ദൈവത്തെ പറ്റിയുള്ള പരിജ്ഞാനത്തിൽ. ഒന്നാമത് സഭ വളരാൻ വേണ്ടിയാണ്. സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പരിജ്ഞാനം പകരപ്പെടണം. യു ഷുഡ് ഡിസേൺ, ഫുള്ളി ഡിസേൺ ചെയ്യണം ക്രിസ്തുവിനെ. ആമേൻ.
So all the offices will help us to know Christ better. അല്പം കൂടെ ആഴമായിട്ട് ക്രിസ്തുവിനെ അറിയാൻ, ആമേൻ, എത്രത്തോളം നമുക്ക് ക്രിസ്തുവിനെ അടുത്തറിയാൻ പറ്റും അത്രത്തോളം അറിയിക്കാൻ ഈ ഓഫീസസ് എല്ലാം കർത്താവ് ഉപയോഗിക്കും. ഹല്ലേലൂയ. സോ കൃപാവരങ്ങളെ നമ്മുടെ ക്രിസ്തുവിലേക്ക് വളർത്തുന്നത് പോലെ, ആമേൻ, ഈ ഓഫീസസും ക്രിസ്തുവിലേക്ക് വളർത്തുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ താഴോട്ട് പഠിക്കും. ദൈവപുത്രനെ പെട്ട പരിജ്ഞാനത്തിൽ മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ഐക്യതയിൽ, സ്തോത്രം, ഐക്യതയിൽ. നാലാമത് തികഞ്ഞ പുരുഷത്വം, ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവ്. അഞ്ചാമത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. ആറാമത് ശുശ്രൂഷയുടെ വേലയ്ക്ക്, ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ആത്മീയ വർധനയ്ക്ക്. ഇങ്ങനെ നമ്മൾ താഴോട്ട് പഠിക്കും. ദൈവിക വെളിപ്പാടുകൾ ദൈവം നമുക്ക് നൽകി തരും. ഈ വചനങ്ങളാൽ കർത്താവ് സമർത്ഥമായി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കട്ടെ. കർത്താവ് എല്ലാവരെയും ഈ വചനങ്ങളാൽ ആശീർവദിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.